സ്നേഹമുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. ഇന്ന് എൻ്റെ ടെറസിൽ കുറച്ച് വെണ്ടയ്ക്ക കൃഷി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിളവെടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു സ്പെഷ്യൽ വെണ്ടയ്ക്കയാണ്. അതിൻ്റെ കൂടെ ഞാൻ സാധാരണ വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. അതായത് ഇറച്ചി വെണ്ടയെന്ന് പറയും. അതായത് ആ വെണ്ടയ്ക്ക പറിച്ച് നമ്മൾ തീയിൽ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതായത് ഇറച്ചിക്കറി തോറ്റുപോകും. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ വിത്ത് നോക്കി ഞാൻ നട്ടതാണ്. അപ്പോൾ നമ്മളതിൻ്റെ വിളവെടുക്കുകയാണ്. ഒരു 4-5 മതി നമുക്കത് കറി വയ്ക്കാൻ. അതുപോലെ തന്നെ ഇതിന് സാധാരണ വളം പച്ചച്ചാണകം മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് 3-4 പ്രാവശ്യത്തെ വിളവെടുപ്പായി. അപ്പോൾ തണ്ടിന് ഇച്ചിരി നീളമുണ്ട്. അപ്പം 3-4 പ്രാവശ്യം എടുത്തപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചാനലിൽ കാണിക്കലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചച്ചാണകവും പച്ചില കമ്പോസ്റ്റ് മാത്രമേ ഇതിനുള്ളൂ. പിന്നെ ഇലചുരുട്ടിപ്പുഴി മാത്രമേ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിന് നീം സ്പ്രേ മതിയാകും, അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം എന്നറിയാമല്ലോ. അപ്പം അതുപോലെ തന്നെ കുറച്ച് ഞാൻ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അല്ലാതെ അതിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പിന്നെ ഇത് കറി വയ്ക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ ഇത് നമ്മൾ പറിച്ച് അത് കറി വയ്ക്കുമ്പം അതിൻ്റേതായ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ടാവും. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അടുത്ത വിത്ത് പാകി അടുത്ത സെക്ഷനിൽ നമ്മളത് പാകി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു 10 പോട്ടിൽ റെഡിയാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സമയത്തേക്ക് അതിനകത്ത് കാണത്തുള്ളൂ. അല്ലെങ്കിൽ 1-2 വെടിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല, മൂത്ത് പോകും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അടുത്ത സെക്ഷനും പാകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അങ്ങോട്ടേക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ജസ്റ്റ് ടെറസിൻ്റെ മണ്ടയിൽ ഒരു 10 പോട്ടിൽ വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ വിളവെടുക്കാം. നമ്മളതിനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് വിളവെടുത്ത് കിട്ടിയത് ഇത്രയുമാണ് ഒരു തീയൽ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കിന് അടുത്ത വിളവ് ഓൾറെഡി വന്നു കഴിയും. അപ്പം നമുക്ക് അടുത്ത കറിക്കുള്ളതായി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വഴുതനങ്ങയും 2 പച്ചമുളകും അതിനോട് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിക്കുള്ളതായി. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്കും ദൈവം ഇതുപോലെ എത്രയും പെട്ടെന്ന് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഒക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. ലൈക്ക് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.